നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്നൊരു കാപ്പി ഉണ്ടാക്കാം. ദിവസവും ഒന്നോ രണ്ടോ കാപ്പി പലരുടെയും ശീലമാണല്ലോ. അതല്പം ഹെൽത്തിയും കൂടെ ആണെങ്കിലോ. അങ്ങനെ ഒരു കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാപ്പിക്ക് വേണ്ടിയിട്ട് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പാല്, വെള്ളം, പഞ്ചസാര, പിന്നെ ഇതുകൂടാതെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതുപോലെ പാലാണെങ്കിൽ കാച്ചിയിട്ട് അതിൻ്റെ പാട മാറ്റിയതാണ്. ഇപ്പം നമ്മൾ കാപ്പി അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുമ്പം പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അളവെന്ന് പറയുന്നത് ഒരേ അളവായിരിക്കണം. അതായത് ഒരു ഗ്ലാസ് പാലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അതായിരിക്കും അതിൻ്റെ അളവ്. പക്ഷെ അത് കട്ടിപ്പാലാണെങ്കിലാണ് അങ്ങനെ എടുക്കേണ്ടത്. പക്ഷേ ഈ പാലിന് ഇത്തിരി കട്ടി കുറവായതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് അടുപ്പിച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക കണക്കില്ല. അപ്പം നമുക്ക് പാലിൻ്റെ അളവ് വെച്ചിട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂട്ടാം. പിന്നെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാപ്പി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. എൻ്റെ സ്റ്റൗ ഓൺ ചെയ്യാണ്. ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്കതിനകത്തേക്ക് പാലൊഴിക്കാം. അപ്പോൾ ഞാൻ ഈ കാപ്പിയുടെ വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇതെന്തിനാണ് ഇപ്പോൾ ഈ കാപ്പിയുടെ വീഡിയോ ഇടുന്നത്, കാപ്പി എടുക്കാൻ അറിയാത്തവരുണ്ടോ എന്ന്. കാപ്പി എടുക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഞാനിപ്പോൾ എടുക്കാൻ പോണത് ഉലുവയിട്ടുള്ള കാപ്പിയാണല്ലോ. അത് അറിഞ്ഞുകൂടാത്ത കുറച്ചെങ്കിലും പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാപ്പി എടുക്കുന്നത്. പിന്നെ തന്നെയുമല്ല, എൻ്റെ മോളെ ചിന്നു ആണെങ്കിൽ ഈ അടുത്ത കാലത്താണ് കാപ്പി ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. അപ്പോൾ അവളെപ്പോലുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു കാപ്പി ഉണ്ടാക്കുന്നത്. വെള്ളം നന്നായി തിളച്ചു. നമുക്കിനി പാലൊഴിക്കാം. ഇതൊരു സാധാരണ കാപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കാപ്പിയാണിത്. അപ്പോൾ ഇതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല. നമ്മളിത് തിളച്ചു, കാപ്പിപ്പൊടി ഇടുന്നു എന്ന് മാത്രം. പിന്നെ ഈ കൂട്ടത്തിൽ നമ്മൾ ഉലുവപ്പൊടി ഇടുന്നതാണ് അതിനൊരു പ്രത്യേകതയായിട്ടുള്ളത്. നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ഇടാം. ഞാൻ ഇതിനകത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ. എനിക്ക് പഞ്ചസാര, ഞാൻ അധികം കാപ്പിയിൽ പഞ്ചസാര അധികം ഉപയോഗിക്കാറില്ല. ഉലുവപ്പൊടി ഇടുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും പഞ്ചസാര ഇടുന്നത്. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഉലുവപ്പൊടി, ഈ കാപ്പിയിൽ ഇത് എടുക്കുന്ന കാപ്പി 2 പേർക്കും, ഇത് 2 പേർക്കുള്ള കാപ്പിയാണ്. ഈ 2 പേർക്കും ഉലുവ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഉലുവപ്പൊടി ഇടാം. ഇനി അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്ലാസ്സിലിടുക എന്ന് മാത്രം. ഞാനിതിപ്പോൾ 1/2 സ്പൂൺ ഉലുവ ഇടുകയാണ്. അപ്പോൾ ഉലുവയ്ക്ക് എന്തായാലും ഇതിന് കയ്പുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് ഈ ഒരു കയ്പ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം കാപ്പി എടുത്തു കഴിയുമ്പം അത് ഒരു ഗ്ലാസ്സിൽ 1 നുള്ളോ അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെ കുടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ പാലും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കാപ്പിപ്പൊടി ഇടാം. ഞാൻ 1 ടീസ്പൂൺ, നല്ലപോലെ നിറച്ച 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ടത്. ഇതിപ്പം നല്ല കടുപ്പമുണ്ടാകും, അത്യാവശ്യം നല്ല കടുപ്പമുണ്ടാകും. ഇതിൽ കൂടുതൽ കടുപ്പം വേണമെന്നുള്ളവർക്ക് ഇതിൽ കൂടുതലാകാം. ഇത് കണ്ടോ, ആവശ്യത്തിന് കടുപ്പമുണ്ട്. പിന്നെ ഈ ഉലുവ കയ്പ്പാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കയ്പ്പ് പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. എനിക്കാണെങ്കിൽ ഉലുവയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഉലുവ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. പിന്നെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. കൊളസ്ട്രോൾ കുറയും. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉലുവ നല്ലതാണ്. പിന്നെ സ്കിന്ന്, മുടി, കിഡ്നിയുടെ ഹെൽത്ത് എല്ലാത്തിനും ഉലുവ നല്ലതാണ്. നമ്മുടെ കാപ്പി റെഡിയായി കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഈ ഉലുവാപ്പൊടി കാപ്പിപ്പൊടി പോലെ അങ്ങ് അലിഞ്ഞു ചേരില്ല കേട്ടോ. അതുകൊണ്ട് അത് അരിച്ചു കുടിക്കണമെന്നുള്ളവർക്ക് അതങ്ങനെ അരിച്ചെടുക്കാം. അത് ഉള്ളിൽ ചെന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണല്ലോ. പണ്ടൊക്കെ വീട്ടിൽ അമ്മ കാപ്പിക്കുരുവൊക്കെ വറുത്ത് പൊടിക്കുമ്പോൾ ഇതുപോലെ ഉലുവയൊക്കെ ചേർത്താണ് വറുത്ത് പൊടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറൊക്കെ വാങ്ങിക്കായി. കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. പാലൊഴിച്ചെടുക്കുമ്പം ഇതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത്.
പിന്നെ ഈ കാപ്പിയുടെ അകത്ത് അമ്മ ഉലുവാപ്പൊടി ഇട്ട് കുടിക്കാറുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് ഉലുവ. അങ്ങനെ കുടിക്കാറുണ്ട്. അമ്മ ഇതിൽ മധുരമൊന്നും ചേർക്കില്ല. പക്ഷേ അമ്മ കുടിക്കുന്നത് കണ്ടിട്ട് ഞാനും അല്പം ഉലുവാപ്പൊടി ഇട്ട് കുടിക്കും. പക്ഷേ ഞാൻ അതിനകത്തൊരു ഇത്തിരി മധുരം പഞ്ചസാരയോ കരിപ്പെട്ടിയോ എന്തെങ്കിലുമൊക്കെ ചേർത്താണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു പഞ്ചസാരയുടെ മധുരവും ഉലുവയുടെ കയ്പ്പും എല്ലാം കൂടെ ഒരു നല്ല ടേസ്റ്റാണ് കാപ്പിക്ക്. ഇത് നമ്മുടെ സാധാരണ വീടുകളിലും അതുപോലെ ഹോട്ടലുകളിലും ഒക്കെ കിട്ടുന്ന അതേ കാപ്പി തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഉലുവയും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാപ്പിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.